ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. റീസെൻ്റ്ലി ഒരു സെലിബ്രിറ്റി അവർക്ക് വിറ്റിലിഗോ എന്ന അസുഖമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ആ വെളിപ്പെടുത്തിയെന്നുള്ള വാക്ക് പറയാൻ കാരണം പലപ്പോഴും ഇത് പലരും റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖമുള്ള പലരും സമൂഹത്തിൽ ഇടപഴകാൻ താല്പര്യപ്പെടാത്തൊരവസ്ഥയാണ്. ആ അസുഖമാണ് വിറ്റിലിഗോ അഥവാ കോമണായിട്ട് നമ്മൾ വിളിക്കുന്ന വെള്ളപ്പാണ്ട്. ഇതിൻ്റെ ബേസിക് പ്രോബ്ലം അത് മാരകമായ മറ്റ് ആന്തരിക പ്രശ്നങ്ങളൊന്നും കോമൺലി ഉണ്ടാക്കാറില്ലെങ്കിലും ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ നോർമൽ ഇൻറ്റഗ്രിറ്റി പോയി അവിടെ ഇവിടെ പാച്ചസ് പോലെ വരുമ്പോൾ നമുക്കതെപ്പോഴും ഒരു പൊതുജന മധ്യത്തിലേക്ക് ഇടപെടാൻ നമുക്കൊരു വിമുഖത ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ അസുഖത്തെ നമുക്ക് കോമണായിട്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായിട്ട് പരിഗണിക്കാവുന്നതാണ്. പലപ്പോഴും ജനറ്റിക് പ്രിഡിസ്പോസിഷൻ, ഫാമിലിയിലൊക്കെ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു അസുഖം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതിന് നമുക്ക് കൃത്യമായൊരു ഡെഫിനിഷൻ പറയാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ അതൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ എന്നുള്ളത് ശരീരം നല്ല കോശങ്ങളെ തന്നെത്താനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണത്. ഈ വിറ്റിലിഗോന് നമുക്ക് ബേസിക്കലി കുറച്ച് ടൈപ്സായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് സെഗ്മെൻ്റൽ വിറ്റിലിഗോ എന്നുള്ളതാണ്. സെഗ്മെൻ്റൽ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം ബാധിക്കുന്ന തരത്തിലാണ് കോമണായിട്ട് ഈ ഒരു ടൈപ്പ് കാണാറുള്ളത്. ഇനി നോൺ സെഗ്മെൻ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സിമ്മെട്രിയാണ് അവിടെ പ്രധാനം. അതായത് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ മോസ്റ്റ്ലി അതേപോലെ തന്നെ ആ ശരീരത്തിൻ്റെ മറ്റേ സൈഡിൽ, ഇപ്പോൾ കയ്യിൽ ഈ റിസ്റ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പാമിൽ കാണുകയാണെങ്കിൽ മറ്റേ സൈഡിൽ മോസ്റ്റ്ലി അത് കാണാൻ സാധ്യതയുണ്ട്. അതാണ് നോൺ സെഗ്മെൻ്റൽ എന്നുള്ളത്. ഇനി യൂണിവേഴ്സൽ, അതായത് ശരീരം മൊത്തമായി ബാധിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു വിറ്റിലിഗോ യൂണിവേഴ്സൽ. പിന്നെ മ്യൂക്കസ് മെമ്പറേനെ മാത്രം ബാധിക്കുന്ന, അതായത് നമ്മുടെ ചുണ്ട് അല്ലെങ്കിൽ ജനൈറ്റൽ ഏരിയ, വായ്ക്കകത്തൊക്കെ തന്നെ ചെറിയ ഡിസ്കളറേഷൻ വരുന്ന രീതിയിലുള്ള മ്യൂക്കസ് മെമ്പറേനെ ബാധിക്കുന്ന വിറ്റിലിഗോ. അക്രോഫേഷ്യൽ, അതായത് ഫേസിനെ അതുപോലെ തന്നെ എക്സ്ട്രിമിറ്റീസിനെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് വിറ്റിലിഗോ. ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് ഇതിൽ പറയാവുന്ന കുറച്ച് വെറൈറ്റീസ് ഓഫ് വിറ്റിലിഗോ. സിംറ്റംസ് വൈസ് കിടക്കുകയാണെങ്കിൽ അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും പൊതുവെ കാണാറില്ല. അതായത് ഈ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള പാച്ച് അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും വിറ്റിലിഗോയിൽ ഉണ്ടാവാറില്ല കോമൺലി. ചിലവർക്ക് കെമിക്കൽ എക്സ്പോഷർ കൊണ്ടുവരാവുന്ന വിറ്റിലിഗോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരു പേഷ്യൻ്റ് പറഞ്ഞിട്ടുള്ളത് അവർ സ്ഥിരമായിട്ട് അവരുടെ പേഴ്സ് ഈ ഒരു ഇന്നർ വെയറിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് വയ്ക്കാറുള്ളൊരു വ്യക്തിയായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർക്ക് ആ ഒരു ഏരിയയിൽ ഒരു വൈറ്റ് പാച്ച് ഡെവലപ്പ് ചെയ്തതായിട്ട് പറയുകയുണ്ടായി. അങ്ങനെ പല തരത്തിലും ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എങ്ങനെ വരിക നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ടൈപ്സ് പറഞ്ഞതിലും പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ആ ഒരു ടൈപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റ് പാർട്ടിൽ അതിനത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മുടെ ഫ്രം ദ ഹോമിയോപ്പതിക് പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിംറ്റമാറ്റിക്കലി കൂടുതലും ഈ ഒരു പാച്ച് മാത്രമേ അവിടെ കാണാറുള്ളൂ. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസോർഡർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഡിസോർഡറായ ഇമ്മ്യൂണിറ്റിയെ ബാക്ക് ടു ഓർഡറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം കൺസേൺ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ടത് ഡയറ്റിലുള്ള വ്യതിയാനങ്ങളാണ്. മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ജങ്ക് ഫുഡ്, ബേക്കറി, ഷുഗറി ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്യുക. പുളി, എരിവ്, പുളി ഇതൊക്കെ കുറച്ചുകൂടി സെൻസിറ്റീവാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ. പുളിരസം കൂടുതലുള്ള ഭക്ഷണങ്ങളും അതുപോലെ എരിവ്, മസാലയൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഈ ട്രീറ്റ്മെൻറ്റിൽ ഹോമിയോപ്പത്തിക് സിസ്റ്റം ഓഫ് മെഡിസിൻ എയിം ചെയ്യുന്നത് ഈ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് വിറ്റിലിഗോ വന്നു, ഒരുപക്ഷെ അതിൽ മാനസിക പ്രശ്നങ്ങൾ, ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഓപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആയിട്ട് ചില പ്രിപ്പറേഷൻസ് കൊടുക്കാറുണ്ട്. അതും പ്ലസ് മെഡിസിൻസും കഴിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിറ്റിലിഗോ ഒരു ഏർലി സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടും, ഒരു മോഡറേറ്റ് ലെവലിലുള്ള വിറ്റിലിഗോക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ക്യൂർ കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ ഈ ക്യൂർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലി ഔട്ട് ഓഫ് 100 പേഷ്യൻസ് 100 പേർക്കും ഒരേപോലെ ക്യൂർ എന്നല്ല. എന്നാലും നമ്മളൊരു പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ വിറ്റിലിഗോയ്ക്കും ഇപ്പോൾ റീസെൻ്റ്ലി പുതിയ പല മെഡിസിൻസും ഉപയോഗിക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കൊണ്ടും ഈ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടാറുണ്ട് നല്ലൊരു വിഭാഗം ആൾക്കാരിൽ.
അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ കുറച്ച് കാലം തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. വേറൊരു കാര്യം കൂടി വിറ്റ്ലിഗോയുമായി റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്, പലപ്പോഴും ഡെഫിഷ്യൻസീസ് വിറ്റ്ലിഗോ പോലെയുള്ള അസുഖങ്ങളിൽ ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി. അപ്പോൾ പലപ്പോഴും വൈറ്റമിൻ ഡി സിവിയർലി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിൽ അത് സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ക്യൂർ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പുതിയ ലീഷൻസ് അപ്പിയർ ചെയ്യുന്നതും കുറവായിട്ട് കാണാറുണ്ട്. അതുപോലെ B12, ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അവരുടെ ബേസിക് ആയിട്ടുള്ള വൈറ്റമിൻ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ B12 ഡെഫിഷ്യൻസീസിന് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ ചില ഹോർമോണൽ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് തൈറോയ്ഡ് പോലെയുള്ളത്. അപ്പോൾ വിറ്റ്ലിഗോ ഉള്ളൊരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില വൈറ്റമിൻ ടെസ്റ്റ് കൂടി ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഡെഫിഷ്യൻസി നല്ലതുപോലെ ഉണ്ടെങ്കിൽ നമ്മളത് അക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മിനിമലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറ്റിലൂടെ കുറച്ച് കൂട്ടി കൊടുത്താൽ തന്നെ മേ ബി ഒരു 1 or 2 monthsലൊക്കെ ക്ലിയർ ആവും. പക്ഷേ ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി ഒരു below 10 below 5 ഒക്കെ ആണെങ്കിൽ നമുക്കത് അക്യൂട്ടായിട്ട് വിത്ത് സപ്ലിമെൻ്റ് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിനും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടും അസുഖം കുറച്ചും കൂടി മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടും കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ള ക്യൂർ വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംയോജിതമായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലൂടെ തുടക്കത്തിലുള്ള വിറ്റ്ലിഗോ ഒക്കെ ആണെങ്കിൽ നല്ല സ്കോപ്പ് ഉണ്ട്. ജനറലൈസ്ഡ് ആയിട്ടുള്ള വിറ്റ്ലിഗോ ആണെങ്കിൽ, അത് ദേഹം ഒട്ടാകെ വ്യാപിച്ചതാണെങ്കിൽ സ്കോപ്പ് കുറച്ച് കുറവാണ്. കാരണം അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ എപ്പോഴും വിറ്റ്ലിഗോ വരുന്ന വ്യക്തികൾ അത് ഏർലി സ്റ്റേജിൽ തന്നെ കാണിച്ച് ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മാറിക്കിട്ടും. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.